ഹായ് ഫ്രണ്ട്സ്, KS മെൻറ്റർ മെയിൻസ് ഡിസ്കഷൻ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് അബൌട്ട് ദ വെൺമണി പ്രസ്ഥാനം. വെൺമണി പ്രസ്ഥാനത്തെക്കുറിച്ച് എഴുതുക. ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഒരു 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ തീർച്ചയായും 4-5 പോയിൻറ്റ്സ് ഉണ്ടാവേണ്ടതാണ്. ഇപ്പോൾ വെൺമണി പ്രസ്ഥാനം എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതുകൊണ്ട് മലയാള ഭാഷയ്ക്കുണ്ടായ വളർച്ച എന്താണ്, ഇതൊക്കെയാണ് ഈ 2 മാർക്കിന് സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ എന്താണ് വെൺമണി പ്രസ്ഥാനം എന്നായിരിക്കും ആദ്യം എഴുതേണ്ടത്. മലയാള കവിതയുടെ രൂപത്തിലും ഭാവത്തിലും ഒരു മാറ്റമുണ്ടാക്കാൻ ആരംഭിച്ച ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് വെൺമണി പ്രസ്ഥാനം. കവിതയിൽ, മലയാള കവിതാ സാഹിത്യത്തിലെ ഒരു പരിവർത്തനത്തിന് വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് വെൺമണി പ്രസ്ഥാനം. കൊടുങ്ങല്ലൂർ കേന്ദ്രമായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു വെൺമണി പ്രസ്ഥാനം. കൊടുങ്ങല്ലൂർ കളരി എന്നും നമുക്ക് ഇതിനെ പറയാവുന്നതാണ്. വെൺമണി അച്ഛൻ്റെയും മകൻ്റെയും നേതൃത്വത്തിലാണ് ഈ കളരി നടന്നു വന്നിരുന്നത്. സംസ്കൃതത്തിനോട് ആഭിമുഖ്യം പുലർത്തിയിരുന്ന ഒരു ഭാഷ സാഹിത്യമായിരുന്നു ഇതിനു മുമ്പ്, വെൺമണി പ്രസ്ഥാനത്തിന് മുമ്പ് നിലനിന്നിരുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ വരവോടുകൂടി വളരെ ലളിതമായി സാമാന്യ ജനത്തിന് മനസ്സിലാക്കത്തക്ക വിധത്തിൽ മലയാള ഭാഷയെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പോൾ കവിതയ്ക്ക് ആധാരമായി എടുത്തിരുന്ന വിഷയങ്ങൾ നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഉദാഹരണത്തിന് കയ്പവല്ലരി എന്ന് പറയുന്ന, വേലിയിൽ പടർന്ന് കിടക്കുന്ന കയ്പവല്ലരി, പിന്നെ തൃശ്ശൂർ പൂരം, ഇങ്ങനെയുള്ള നിത്യജീവിതത്തിലെ ഉത്സവങ്ങൾ, ഇതെല്ലാം നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വളരെ ലളിതമായി ഫലിതത്തോടു കൂടി ആവിഷ്കരിക്കുന്ന കവിതകളായിരുന്നു വെൺമണി പ്രസ്ഥാനത്തിൽ നിന്ന് ജനിച്ചവയെല്ലാം. അതുകൊണ്ട് തന്നെ ഒരു നിർബന്ധം ഈ കവികൾക്കുണ്ടായിരുന്നു. കാവ്യ വിഷയം എന്തു തന്നെ ആയാലും ശരി, സംഭാഷണ ഭാഷ, അതായത് സാമാന്യ ജനത ഉപയോഗിക്കുന്ന ഭാഷയിലായിരിക്കണം കവിതകൾ എഴുതേണ്ടത് എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അപ്പം അങ്ങനെ സാമാന്യ ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ വെൺമണി കവിതകൾ എഴുതി പോന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യപാദത്തിൽ, ഏതാണ്ട് 1850 മുതൽ 1900 വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് വെൺമണി പ്രസ്ഥാനം നിലനിന്നിരുന്നത്. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് പ്രസ്ഥാനം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്, മലയാള സാഹിത്യത്തിലെ വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് വെൺമണി പ്രസ്ഥാനം. പാശ്ചാത്യ രീതിയിലുള്ള കാവ്യ പാരമ്പര്യത്തിന് തുടക്കം കുറിക്കാൻ വെൺമണി പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ഒരു കവാടം തുറന്നത് ആധുനികതയിലേക്ക്, മലയാള കവിതയുടെ ആധുനികതയിലേക്കുള്ള ഒരു കവാടം തുറന്നത് വെൺമണി പ്രസ്ഥാനമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതുതന്നെയാണ് വെൺമണി പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യവും മൂല്യവും. ഭാഷയെ ആധുനികതയിലേക്ക് നയിച്ചു, ഒരു പ്രോഗ്രസീവ് ലിറ്ററേച്ചറിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് വെൺമണി പ്രസ്ഥാനത്തിൻ്റെ കാലാതീതമായ പ്രാധാന്യം. നിരവധി കവികൾ ഈ ഒരു പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. വെൺമണി മഹൻ, കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, നടുവത്തച്ഛൻ, ഒറവങ്കര, കൊച്ചുണ്ണി തമ്പുരാൻ തുടങ്ങി ഒരു പിടി കവികൾ വെൺമണി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നവരാണ്. ഒരു പ്രധാന കൃതി പൂരപ്രബന്ധം എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. അത് വെൺമണി പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. തൃശ്ശൂർ പൂരത്തിലെ ഉത്സവ കാഴ്ചകളെക്കുറിച്ച്, അപ്പോൾ ഉള്ള ഉത്സവമേളത്തെക്കുറിച്ചും കാണാൻ വന്ന പുരുഷാരത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്ന ഒരു കൃതിയാണ് പൂരപ്രബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെൺമണി പ്രസ്ഥാനവുമായി ബന്ധപ്പെടുത്തി പറയേണ്ടത്. പച്ചമലയാള പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമുണ്ട്. അത് വെൺമണി പ്രസ്ഥാനത്തിൻ്റെ ഒരു ശാഖ തന്നെയാണ്. അതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. സംസ്കൃതത്തിൽ നിന്ന് മാറി, കഠിനമായ പദങ്ങളിൽ നിന്ന് മാറി
ലളിതമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മലയാള സാഹിത്യത്തിൽ കവിതകൾ എഴുതുക എന്നുള്ളതാണ്. ഭാഷയെ ലളിതവൽക്കരിക്കുക, സാമാന്യ ജനത്തിന് മനസ്സിലാകുന്ന തരത്തിൽ കവിതകൾ എഴുതുക, ഇതായിരുന്നു വെൺമണി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. അത് മലയാള കവിതാ സാഹിത്യത്തിൻ്റെ ആധുനികതയിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി നമുക്ക് കാണാവുന്നതാണ്. അത് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇത്രയും എഴുതി കഴിയുമ്പോൾ 2 മാർക്കിനുള്ള കണ്ടൻ്റ് ആയി കഴിഞ്ഞു. കൂടാതെ ഒരു പോയിന്റ് കൂടെ നമുക്ക് എഴുതാം. പുരാണ കഥകളിൽ നിന്നൊന്നും ഈ വെൺമണി പ്രസ്ഥാനം പ്രചോദനം ഉൾക്കൊണ്ടില്ല. മറ്റ് പല കവിതകളും അക്കാലത്ത് പുരാണ കഥകളിൽ നിന്നുള്ള ഒരു പ്രചോദനത്തിൽ നിന്നാണ് കവിതകൾ ജനിച്ചിരുന്നത്. എന്നാൽ വെൺമണി പ്രസ്ഥാനത്തിൽ പുരാണ കഥയുമായി ബന്ധപ്പെടുത്തി ഒരു കവിതകളും ഉണ്ടായില്ല. വെൺമണി പ്രസ്ഥാനത്തിലുണ്ടായ കവിതകൾ മുഴുവൻ നിത്യജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ആധാരമാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ സാമാന്യ ജനവുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന വിഷയങ്ങൾ ആണ് പ്രഥമഗണനീയമായി വെൺമണി പ്രസ്ഥാനം ചർച്ച ചെയ്തിരുന്നത്. ചുരുക്കത്തിൽ സമകാലീനമായ യഥാർത്ഥ ജീവിതം ഈ കവിതകളിൽ വരച്ചു കാട്ടുന്നു. അടുത്ത ചോദ്യം, റൈറ്റ് എ നോട്ട് ഓൺ ദ മണിപ്രവാള പ്രസ്ഥാനം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ദ മണിപ്രവാള പ്രസ്ഥാനം റൈറ്റ് എ സ്റ്റഡി എന്നും ചോദിക്കാം. ഇതൊരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്, 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഒരു 5 മാർക്ക് ക്വസ്റ്റ്യനെ സമീപിക്കേണ്ടത് തീർച്ചയായും അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, ബോഡി ഓഫ് ദ ആൻസർ, ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കണം, ഫൈനലി ഒരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അത്തരത്തിലൊരു സ്ട്രക്ചർ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം മണിപ്രവാള പ്രസ്ഥാനത്തെക്കുറിച്ച് എഴുതേണ്ടത്. ഈ ആൻസർ എഴുതുന്നതിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്താണ് മണിപ്രവാള പ്രസ്ഥാനം, അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതായത് ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതിൻ്റെ കോൺസിക്വൻസ് എന്താണ്, പരിണിത ഫലം എന്താണ് എന്നിവിടെ നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ മണിപ്രവാള പ്രസ്ഥാനം മലയാള ഭാഷയ്ക്ക് എന്തൊക്കെ പങ്ക് നൽകിയിട്ടുണ്ട്, എന്തൊക്കെ സംഭാവനകളാണ് മണിപ്രവാള പ്രസ്ഥാനം മലയാള ഭാഷയ്ക്ക് നൽകിയത്, അതുകൂടെ ഈ ആൻസറിൽ മെൻഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടെ ആൻസറിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. നമുക്കറിയാം, ഈ വാക്കിൽ നിന്ന് തന്നെയാണ് ഇതിൻ്റെ ആൻസറിലേക്ക് പോകേണ്ടത്. മണിപ്രവാള പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ സംസ്കൃതവും നമ്മുടെ ഭാഷയും കൂടെ ഇടകലർത്തി ഉപയോഗിച്ചിരുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ, ഇതിൽ നിന്ന് ഉടലെടുത്ത എല്ലാ സാഹിത്യ രൂപത്തിനും സംസ്കൃത മലയാള മിശ്രണം ആയിരുന്നു ഭാഷയായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലെ വാക്ക് പറയുന്നത് മണി എന്നുദ്ദേശിക്കുന്നത് സംസ്കൃതത്തെയും പ്രവാളം എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ഭാഷയും ആണ്. അപ്പോൾ രണ്ടിൻ്റെ ഒരു മിശ്രിതമാണ് മണിപ്രവാളം. സംസ്കൃത മലയാള മിശ്രിതമാണ്, സംസ്കൃത മലയാളവും കൂടെ ചേരുന്നതാണ് മണിപ്രവാളം എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ മണിപ്രവാള ഒരു സാംസ്കാരിക ഭാഷയാണ്, അതൊരു കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ആര്യാധിനിവേശവുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരു പ്രോസസ്സ് ആ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് മണിപ്രവാള ഭാഷ ഉടലെടുക്കുന്നത്. ഈ ആര്യാധിനിവേശം അന്നത്തെ ജനജീവിതത്തിൽ സാരമായി ബാധിച്ചു. അതിൻ്റെ പരിണിത ഫലത്തിൽ ഒന്ന് മണിപ്രവാളം ഉണ്ടായി എന്നുള്ളതാണ്. ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭാഷയുടെയും സംസ്കൃതത്തിൻ്റെയും ഒരു യോഗമാണ്, യോഗമെന്ന് പറഞ്ഞാൽ ഒരു കോമ്പിനേഷൻ ആണ്, ഒരു അമാൽഗമേഷൻ ആണ് മണിപ്രവാളം എന്ന് നമുക്ക് അനുമാനിക്കാം. ലീലാതിലകത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഭാഷാ സംസ്കൃത യോഗോ മണിപ്രവാളം. ലീലാതിലകം മണിപ്രവാളം ഭാഷയിൽ എഴുതിയ ഒരു കൃതിയാണ്. ഇതൊക്കെ നമുക്ക് ആൻസറിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. ഭാരതത്തിലെ എല്ലാ ഭാഷകളെയും സ്വാധീനിച്ച ഒരു ഭാഷയാണ് സംസ്കൃതം. ആ നിലയ്ക്ക് മലയാളത്തെയും സ്വാധീനിച്ചു. സംസ്കൃതത്തിൽ നിന്ന് ഒരുപാട് പദങ്ങൾ മലയാളത്തിലേക്ക് വന്നു.
അങ്ങനെ സംസ്കൃത മലയാള കോമ്പിനേഷൻ ഉണ്ടായി, ഒരു യോഗമുണ്ടായി. അങ്ങനെയാണ് മണിപ്രവാള ഉണ്ടായി എന്ന് ചരിത്രം പറയുന്നത്. അന്നത്തെ കാലത്ത് മണിപ്രവാള സാഹിത്യവും പാട്ട് സാഹിത്യവും രണ്ട് സാഹിത്യങ്ങളുണ്ടായിരുന്നു. മണിപ്രവാള സാഹിത്യത്തിൽ സംസ്കൃതവും മലയാളവും കൂടെ ചേർന്ന സാഹിത്യ രൂപങ്ങൾ അല്ലെങ്കിൽ സാഹിത്യമായിരുന്നു എങ്കിൽ പാട്ട് സാഹിത്യത്തിൽ തമിഴ് ആയിരുന്നു പ്രാധാന്യം അർഹിക്കുന്നത്. പിന്നെ കൂത്ത്, കൂടിയാട്ടം എന്നീ കലകളുടെ വികാസവും അതിൻ്റെ പ്രചാരണവും അതൊക്കെ മണിപ്രവാള ഭാഷയെ ഏറെ സ്വാധീനിച്ച ഘടകങ്ങൾ തന്നെയാണ്. ക്രിസ്തുവർഷം 12-ാം ശതകത്തിലാണ് വൈശിക തന്ത്രം എന്ന് പറയുന്ന ഒരു കൃതി രചിക്കുന്നത്. പിന്നെ 15-ാം ശതകത്തിൽ ചന്ദ്രോത്സവം രചിക്കുന്നത് വരെ ആ 3 ശതകത്തിലും മണിപ്രവാള ഭാഷ സാഹിത്യം തന്നെയായിരുന്നു ഉയർന്നു നിന്നിരുന്നത്, അല്ലെങ്കിൽ വളരെ പ്രാധാന്യം അർഹിച്ച് നിലനിന്നിരുന്നത്. അപ്പോൾ അവിടുത്തെ പ്രധാന പോയിന്റ് വൈശിക തന്ത്രം മുതൽ ചന്ദ്രോത്സവം വരെയുള്ള ഒരു കാലഘട്ടം. വൈശിക തന്ത്രം 12-ാം നൂറ്റാണ്ടിൽ ശതകത്തിൽ രചിക്കുകയും ചന്ദ്രോത്സവം 15-ാം ശതകത്തിലാണ് രചിച്ചത്. അപ്പോൾ അതിനിടയ്ക്കുള്ള ഒരു സ്പാനുണ്ട്, ടൈം സ്പാനുണ്ട്. ആ ഒരു പീരീഡാണ് മണിപ്രവാള ഭാഷാ സാഹിത്യത്തിൻ്റെ പുഷ്കല കാലം എന്ന് നമുക്ക് പറയാം. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് മെൻഷൻ ചെയ്യണം. ശൃംഗാര രസപ്രധാനങ്ങളായ കൃതികളാണ് ഇതിൽ കൂടുതലും കണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ സ്ത്രീ വർണ്ണനയാണ് ഇതിലെ പ്രധാന ആശയം. ഉദാഹരണത്തിന് ചരിതങ്ങൾ ഒരുപാടുണ്ട്. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണി ചിരിദേവി ചരിതം, ഉണ്ണിയാടി ചരിതം, പിന്നെ ചമ്പുക്കളുണ്ട്, ഉണ്ണിനീലി സന്ദേശമുണ്ട്. അതൊക്കെ സന്ദേശകാവ്യങ്ങളിൽ വരുന്നതാണ്. ഈ പറയുന്ന ചരിതങ്ങൾ, ഉണ്ണിയാടി ചരിതം, ചിരുദേവി ചരിതം, ഉണ്ണിയച്ചി ചരിതം, ഇതെല്ലാം ചമ്പുക്കളാണ്. സന്ദേശകാവ്യങ്ങൾ ആയ ഉണ്ണിനീലി സന്ദേശം, കോക സന്ദേശം, ഇതെല്ലാം മണിപ്രവാള ഭാഷയിൽ തന്നെയാണ് എഴുതിയിരുന്നത്. പിന്നെ നിരവധി ലഘുകാവ്യങ്ങളും മണിപ്രവാള ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കെല്ലാം അറിയാം, ലീലാതിലകമാണ് മണിപ്രവാള ഭാഷയുടെ ലക്ഷണ ഗ്രന്ഥം എന്ന് പറയുന്നത്. കേരള പാണിനിയും നമുക്കുണ്ട് മലയാള ഭാഷയ്ക്ക്. അതുപോലെ തന്നെ മണിപ്രവാള ഭാഷയ്ക്ക് ഉണ്ടായിരുന്നത് ലീലാതിലകമായിരുന്നു. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, മണിപ്രവാള ഭാഷയിൽ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു, ഒരു വേർതിരിവുണ്ടായിരുന്നു. ഉത്കൃഷ്ടമായ മണിപ്രവാളവും അപകൃഷ്ടമായ മണിപ്രവാളവും എന്ന് രണ്ട്, ഉത്തമവും അധമവും, അങ്ങനെ രണ്ട് തരംതിരിവ് മണിപ്രവാള ഭാഷയ്ക്കകത്തുണ്ടായിരുന്നു. പിന്നെ ഓവറോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ കേരള ഭാഷാ സാഹിത്യ ചരിത്രത്തിലെ ഉജ്ജ്വലമായൊരു കാലഘട്ടമാണ് മണിപ്രവാള സാഹിത്യം. അപ്പോൾ അത് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് മണിപ്രവാള ഭാഷ, ആ സാഹിത്യം അല്ലെങ്കിൽ ആ സംസ്കാരം, മണിപ്രവാള സാഹിത്യം, ഈ മണിപ്രവാള ഭാഷ മലയാള ഭാഷയുടെ വളർച്ചയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ നിലയ്ക്ക് മണിപ്രവാള ഭാഷ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള്, ഗ്രോത്ത് ഓഫ് മലയാളം ലാംഗ്വേജ്, അതിൽ ഒരു സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സംസ്കാരം തന്നെയായിരുന്നു മണിപ്രവാള ഭാഷാ സംസ്കാരം. പിന്നെ പ്രധാനമായും നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് മണിപ്രവാള ഭാഷയുടെ തരംതിരിവാണ്. ത്രൈവർണികർ എന്ന് പറയുന്ന ഒരു വിഭാഗവും ത്രൈവർണികർ അല്ലാത്ത, ത്രൈവർണികർ ഇതരർ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും, രണ്ട് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് 1 ക്ലാസ് 2 എന്ന് പറയുന്ന രണ്ട് വിഭാഗം. അതൊരു സൊസൈറ്റി, അന്നത്തെ കാലത്ത് സൊസൈറ്റിയിലെ ഒരു ഡിവിഷനായിരുന്നു. അപ്പോൾ ഈ അപ്പർ ക്ലാസ് എന്ന് പറയുന്ന ആ ഒരു ത്രൈവർണികർ, അവരായിരുന്നു ഉത്കൃഷ്ട മണിപ്രവാള ഭാഷ സംസാരിക്കുന്നത് എന്ന് പറയപ്പെടുന്നത്. ക്ലാസ് 2 അല്ലെങ്കിൽ ത്രൈവർണികേതർ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉത്കൃഷ്ടമല്ലാത്ത, അപകൃഷ്ടമായ മണിപ്രവാളം സംസാരിക്കുന്നു. അപ്പോൾ ഇത് സംസ്കൃതത്തിൻ്റെ ആധിക്യം ഏറിയും കുറഞ്ഞും വരുന്ന ഒരു തരംതിരിവാണ് ഉത്കൃഷ്ട മണിപ്രവാളവും അപകൃഷ്ട മണിപ്രവാളവും. അപ്പോൾ ഇതൊരു പോയിൻ്റാണ്. രണ്ട് തരത്തിൽ മണിപ്രവാള ഭാഷയെ തരംതിരിക്കാം. ഒന്ന്. രണ്ട്, മണിപ്രവാള ഭാഷയിലുണ്ടായ കാവ്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം. ചമ്പുക്കളായ ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുദേവി ചരിതം, ഉണ്ണിയാടി ചരിതം, അതെല്ലാം ചമ്പുക്കളാണ്. പിന്നെ സന്ദേശകാവ്യങ്ങളായ
ഉണ്ണി നീലി സന്ദേശം, കോക സന്ദേശം, അങ്ങനെ സന്ദേശ കാവ്യങ്ങൾ കുറേയുണ്ട്. മറ്റ് ലഘുകാവ്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം. ഇതൊക്കെയാണ് മണിപ്രവാള ഭാഷ എന്ന് പറയുന്നത്. പിന്നെ ചമ്പുക്കളെക്കുറിച്ച് വിശദമായി എഴുതേണ്ട ആവശ്യമില്ല. എന്താണ് ചമ്പുക്കൾ ഡിസ്കസ് ചെയ്യുന്നത്, ചമ്പുക്കൾ എന്താണ് എന്നുകൂടെ എഴുതിയാൽ കുഴപ്പമില്ല. അതുപോലെ സന്ദേശകാവ്യം എന്താണെന്നുകൂടെ നമുക്ക് എഴുതാം. കാരണം ഈ രണ്ട് വിഭാഗത്തിലും, ചമ്പുക്കളിലും സന്ദേശകാവ്യത്തിലും ഉപയോഗിച്ചിരുന്ന ഭാഷ മണിപ്രവാള ഭാഷയാണ്. എന്നാൽ പാട്ട് സാഹിത്യത്തിൽ മണിപ്രവാള ഭാഷയല്ല, തമിഴ് കലർന്ന മലയാളമാണ് പാട്ട് സാഹിത്യത്തിൽ ഉപയോഗിച്ചിരുന്നത്. അത് രാമചരിതത്തിൽ നമുക്ക് കാണാം, കണ്ണശന്മാരുടെ കൃതികളിലും അത് കാണാൻ പറ്റും. അപ്പോൾ മണിപ്രവാളം എന്താണെന്നും അതിലുണ്ടായ കൃതികൾ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും കൂടെ എഴുതിയാൽ 5 മാർക്കിനുള്ള മൊത്തം കണ്ടന്റ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. വേണമെങ്കിൽ നമുക്ക് ചമ്പുക്കളെ വീണ്ടും തരംതിരിക്കാം. പ്രാചീന ചമ്പുക്കൾ, മധ്യകാല ചമ്പുക്കൾ, ആധുനിക ചമ്പുക്കൾ എന്നൊരു തരംതിരി കൂടെ ഉണ്ട്. അപ്പോൾ ഈ മൂന്നും മണിപ്രവാള ഭാഷ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഇത്തരം കാര്യങ്ങൾ ഒരു 8-9 പോയിന്റ്സായി എഴുതിയാൽ 5 മാർക്കിനുള്ള ആൻസർ ആകും. മൂന്നാമത്തെ ചോദ്യം 10 മാർക്കിൻ്റെ ചോദ്യമാണ്. പ്രസന്റ് ദ വേരിയസ് സ്റ്റേജസ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് മലയാളം ലാംഗ്വേജ്. മലയാള ഭാഷയുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ അവതരിപ്പിക്കുക. ഇതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ ഇതൊരു 10 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇതിലെ ഓരോ ഘട്ടങ്ങളും വിശദമായി എഴുതണം. ആദ്യം എഴുതേണ്ടത് മലയാള ഭാഷയുടെ ഉദ്ഭവത്തെക്കുറിച്ചാണ്. അതിൽ മലയാള എന്ന് പറയുന്ന വാക്ക് ഒരു ദേശനാമമായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. മലനാട് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഭാഷ ഉണ്ടായത്. പണ്ട് കാലത്ത് മലയാണ്മ എന്നായിരുന്നു ഭാഷ അറിയപ്പെട്ടിരുന്നത്. ആളം എന്ന് പറഞ്ഞാൽ നാടാണ്. അപ്പോൾ മലനാട് എന്നാണ് മലയാളത്തിൻ്റെ അർത്ഥം. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതാദ്യം എഴുതാം, മലയാള ഭാഷയുടെ ഉദ്ഭവം. മറ്റൊരു പോയിന്റ്, ചില വാദങ്ങൾ ഭാഷ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്നു. അത് നമുക്ക് മെൻഷൻ ചെയ്യാം. അതിൽ ഒന്ന് സംസ്കൃതജന്യവാദമാണ്. സംസ്കൃത ഭാഷയിൽ നിന്ന് മലയാളം ഉണ്ടായി എന്ന് പറയുന്ന വാദമാണ് സംസ്കൃതജന്യവാദം. അതിന് കാരണം ഒരുപാട് സംസ്കൃത പദങ്ങൾ മലയാള ഭാഷയിൽ കണ്ടുവരുന്നു. ചില ഇംഗ്ലീഷ് പദങ്ങളും നമുക്ക് മലയാള ഭാഷയിൽ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ നിന്നാണ് മലയാളം ഉണ്ടായി എന്ന് നമുക്കൊരു 100 വർഷത്തിന് ശേഷം പറയാൻ കഴിയില്ല. അതുപോലെ ഒരുപാട് പദങ്ങൾ മലയാളത്തിൽ സംസ്കൃതത്തിൽ നിന്ന് വന്നു എന്നതുകൊണ്ട് സംസ്കൃതത്തിൽ നിന്നാണ് മലയാളം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ജന്യവാദം, സംസ്കൃത ജന്യവാദത്തെ ഖണ്ഡിക്കുന്നത് ഇങ്ങനെയാണ്: സംസ്കൃതത്തിൻ്റെ വ്യക്തിത്വവും മലയാളത്തിൻ്റെ വ്യക്തിത്വവും എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൻ്റെ ഗ്രാമറും മലയാളത്തിൻ്റെ ഗ്രാമറും വ്യത്യസ്തമാണ്. കുറച്ച് വാക്കുകൾ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നു എന്നല്ലാതെ അവ തമ്മിൽ മറ്റ് ബന്ധങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സംസ്കൃതജന്യവാദം നിലനിൽക്കുന്നതല്ല എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഉൽപ്പത്തിയെ ഒരു വാദം ഇതാണ്, സംസ്കൃതജന്യവാദമാണ്. അതിന് ചില ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ശിരഹ, ശിരസിന് പറയുന്ന പേരാണ്. സംസ്കൃതത്തിൽ പിതാഹ എന്ന് പറഞ്ഞാൽ അത് പിതാവാണ്. പിതഹ എന്ന് പറയുന്നതിൽ നിന്ന് പിതാവുണ്ടായി. ശിരഹ എന്ന് പറയുന്ന സംസ്കൃത വാക്കിൽ നിന്ന് ശിരസുണ്ടായി. നമ്മൾ ഒരുപാട് വാക്കുകൾ പിരിച്ചെഴുതി, അതിലെല്ലാം ഈ വിസർഗസന്ധി വന്നിട്ടുണ്ട്. അത്തരം വാക്കുകളെല്ലാം സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വന്നവയാണ്. അപ്പോൾ അങ്ങനെ സംസ്കൃതത്തിൽ നിന്ന് കുറേ വാക്കുകൾ മലയാള ഭാഷയിൽ വന്നിട്ടുണ്ട്. തൽഭവമായിട്ടും തത്സമമായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അടുത്ത് പറയുന്ന വാദമാണ് തമിഴ് ജന്യവാദം. തമിഴ് ഭാഷയിൽ നിന്ന് ഉണ്ടായതാണ് മലയാളം എന്ന് പറയുന്ന വാദമാണ്. എന്ന് പറഞ്ഞാൽ മദർ ഓഫ് മലയാളം എന്ന് പറയുന്നത് തമിഴാണ്, അല്ലെങ്കിൽ തമിഴ് ആണ് എന്ന് പറയുന്ന ഒരു വാദം. അതിൽ AR രാജരാജവർമ്മ ഒരുപാട് നയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ തമിഴ് ജന്യവാദവുമായിട്ട് ബന്ധപ്പെടുത്തി. എങ്ങനെയാണ് തമിഴിൽ നിന്ന് മലയാളം നിഷ്പന്നമായതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കേരള പാണിനി 6 നയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്.
പിന്നെ കാർഡുലിൻ്റെ നിഗമനത്തിലും മലയാള ഭാഷ ഉണ്ടായത് തമിഴിൽ നിന്നാകാം എന്നൊരു വ്യാഖ്യാനമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് തമിഴ് ജന്യവാദം എന്താണെന്ന് സൂചിപ്പിക്കാം. പിന്നൊരു വാദമാണ് മിശ്രഭാഷാവാദം. കുറേ ദ്രാവിഡ ഭാഷകളുടെ അമാൽഗമേഷനാണ്, കോമ്പിനേഷനാണ് മലയാള ഭാഷ എന്നൊരു വാദം. പിന്നെ ഒന്ന് മൂലദ്രാവിഡ ഭാഷാവാദമാണ്. എന്ന് പറഞ്ഞാൽ മലയാളം ഒറ്റപ്പെട്ട് രൂപം കൊണ്ടതാണ്, ഒന്നിൻ്റെയും ആശ്രയമില്ലാതെ രൂപം കൊണ്ടതാണ് മലയാള ഭാഷ, നിഷ്പന്നമായി വന്നതാണ്, ഒന്നിൻ്റെയും അതിപ്രസരം ഉണ്ടായിട്ടില്ല മലയാളത്തിൽ. ചില കടമെടുക്കലുകൾ ഒഴിച്ചാൽ മലയാള ഭാഷ സ്വയമേവ ഉണ്ടായതാണ് എന്നൊരു വാദമാണ് മൂലദ്രാവിഡ ഭാഷാവാദം. ഇതൊക്കെയാണ് ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന വാദങ്ങൾ. അപ്പോൾ ഇതാണ് തുടക്കം, മലയാള ഭാഷയുടെ വളർച്ചയുടെ തുടക്കം ഇതാണ്, ഈ ഉൽപ്പത്തി സിദ്ധാന്തങ്ങളാണ്. പിന്നെ ആ വളർച്ച എങ്ങനെ മാറി എന്നുള്ളതുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്താൽ കൊള്ളാം. അതിൽ ഒന്നാമത്തെ പ്രസ്ഥാനം പാട്ട് പ്രസ്ഥാനമാണ്. പാട്ട് സാഹിത്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത് കണ്ണശ പ്രസ്ഥാനം വരുന്നു, നിരണം കവികളുടെ സ്വാധീനം. പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്കറിയാം, രാമചരിതം എഴുതിയത് ചീരാമനാണ്. ചീരാമൻ എന്ന് പറയുന്ന വാക്ക് തന്നെ ഒരു തമിഴ് വാക്കാണ്. ശ്രീരാമൻ എന്നാണ് യഥാർത്ഥ വാക്ക്, പക്ഷേ അന്നത്തെ കാലത്ത് തമിഴ് കലർന്നത് കൊണ്ട് അത് നമുക്ക് ചീരാമൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ രാമകഥ ആസ്പദമാക്കി ചീരാമൻ്റേതായ ഒരു ഭാഷയിൽ അദ്ദേഹം എഴുതി. അത് തമിഴ് കൂടുതൽ ഉണ്ടായിരുന്ന ഭാഷയാണ്. അത് രാമചരിതം എന്നറിയപ്പെട്ടു. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും, ഇന്ത്യയിൽ നിന്നല്ല, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ മിക്ക രാജ്യങ്ങളിലെയും സ്വാധീനം ചെലുത്തിയ ഒരു കൃതിയാണ് രാമായണം. അപ്പം അങ്ങനെ കേരളത്തിലും അല്ലെങ്കിൽ അന്ന് ദക്ഷിണ ഭാരതത്തിലും ഒരുപാട് സ്വാധീനം ചെലുത്തി. അപ്പോൾ മലയാളത്തിൽ ഉണ്ടായ വളർച്ചയുടെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പാട്ട് പ്രസ്ഥാനമാണ്. പാട്ട് പ്രസ്ഥാനത്തിലൂടെ ഭാഷ വളരുന്നു, രാമചരിതം ഉണ്ടാകുന്നു, സാഹിത്യ രൂപങ്ങൾ ഉണ്ടാകുന്നു, സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാകുന്നു. പിന്നെ കണ്ണശ പ്രസ്ഥാനം വന്നപ്പോൾ കുറച്ചുകൂടെ മൂർച്ച കൂടി ഭാഷയ്ക്ക്. നിരണം കവികൾ അപ്പോഴും അവരുടെ കൃതികൾ എഴുതാൻ തിരഞ്ഞെടുത്തത് രാമകഥയും മഹാഭാരതവും ഒക്കെയാണ്. അങ്ങനെ കണ്ണശ രാമായണവും കണ്ണശ ഭാരതവും ഒക്കെ ഉണ്ടായി. മാധവ പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ തുടങ്ങിയവർ. പാട്ടുപ്രസ്ഥാനത്തിന് ശേഷം കണ്ണശ പ്രസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെ കണ്ണശ പ്രസ്ഥാനത്തിലൂടെ കവിതകളുണ്ടായി, കാവ്യങ്ങളുണ്ടായി. അതിനുശേഷം വരുന്ന ഒരു പ്രധാന വളർച്ച, മലയാള ഭാഷയുടെ വളർച്ച നമുക്ക് സൂചിപ്പിക്കാൻ ഉള്ളത് കൃഷ്ണഗാഥയാണ്. ചെറുശ്ശേരിയുടെ കൃഷ്ണപ്പാട്ട്, മഞ്ചരി വൃത്തത്തിലെഴുതിയ കൃഷ്ണഗാഥയെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാം. അതൊരു പോയിന്റാണ്. ഇപ്പോൾ കൃഷ്ണഗാഥയിലുണ്ടായ ഭാഷാ വ്യതിയാനം, കണ്ണശ രാമായണത്തിലോ കണ്ണശ ഭാരതത്തിലോ കണ്ടിരുന്ന ഭാഷയല്ല കൃഷ്ണഗാഥയിലുണ്ടായിരുന്നത്. അതിൽ കുറച്ചുകൂടെ സംസ്കൃതം ഉണ്ടായിരുന്നു. അതിനുശേഷം വരുന്നതാണ് മണിപ്രവാളം. മണിപ്രവാളം പൂർണ്ണമായും സംസ്കൃതവും മലയാളവും ഇടകലർത്തി. സംസ്കൃതത്തിന് കൂടുതൽ പ്രാധാന്യം, മലയാളത്തിനും പ്രാധാന്യം ഉണ്ടെങ്കിൽ കൂടിയും സംസ്കൃതം കൂടെ വരുന്നത് കൊണ്ട് സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ സമൂഹത്തെ രണ്ട് തട്ടായിട്ട് തരംതിരിച്ച് മണിപ്രവാള ഭാഷയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കൃതികൾ രചിച്ചു. അതിൽ ഒരുപാട് ചരിതങ്ങളുണ്ട്, ചമ്പുക്കളുണ്ട്, സന്ദേശകാവ്യങ്ങളുണ്ട്, ലഘുകാവ്യങ്ങൾ. ഇതെല്ലാം മണിപ്രവാളത്തിനകത്ത് വരുന്ന കാവ്യങ്ങളാണ്. അപ്പോൾ ആദ്യം കാവ്യങ്ങളാണ് മലയാള ഭാഷയെ സമ്പുഷ്ടീകരിച്ചുകൊണ്ടിരിക്കുന്ന സാഹിത്യ രൂപങ്ങൾ. അപ്പോൾ മണിപ്രവാളത്തിന് ശേഷം തുടർച്ചയെന്നോണം സന്ദേശകാവ്യങ്ങൾ, ഉണ്ണിനീലി സന്ദേശം, കോക സന്ദേശം തുടങ്ങിയ സന്ദേശകാവ്യങ്ങൾ വരുന്നു. അതിനുശേഷം ഒരു 14-ാം ശതകം 13-ാം ശതകം ആ ഒരു കാലഘട്ടത്തിൽ മധ്യകാല മണിപ്രവാളം, ആട്ടക്കഥ പ്രസ്ഥാനം ആ സമയത്താണ് ഉണ്ടാകുന്നത്. കൂത്ത്, കൂടിയാട്ടം തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുന്നു. അതിൻ്റെ സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാകുന്നു. കൂത്തിനും കൂടിയാട്ടത്തിനും ആവശ്യമായ പാട്ടുകൾ ഉണ്ടാകുന്നു. അതെല്ലാം മണിപ്രവാളത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ സംസ്കൃത മലയാളം മിശ്രണ ഭാഷയിൽ തന്നെയാണ് ഉണ്ടായത്. അത് നമുക്ക് മെൻഷൻ ചെയ്യാം. പിന്നെ വരുന്നത് നാടോടി സാഹിത്യമാണ്. നാടോടി സാഹിത്യം നമുക്കറിയാം, വരമൊഴിയും വാമൊഴിയും ഉണ്ട്. വാമൊഴിയായിട്ട് കിട്ടുന്നതാണ് നാടോടി സാഹിത്യത്തിൽ
ഉള്ളത്. അപ്പോൾ നാടോടി സാഹിത്യത്തിലെ പാട്ടുകളോ അല്ലെങ്കിൽ കാവ്യങ്ങളോ ഒക്കെ വാമൊഴിയായിട്ട് ലഭിച്ചതാണ്. വരമൊഴിയായിട്ട് കിട്ടിയതാണ് അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നതാണ് നേരത്തെ പറഞ്ഞ മണിപ്രവാള പ്രസ്ഥാനവും പാട്ടുപ്രസ്ഥാനവും കണ്ണശപ്രസ്ഥാനവും ഗാഥ, കൃഷ്ണഗാഥയൊക്കെ. ആട്ടക്കഥയും അത് തന്നെയാണ്, വരമൊഴി തന്നെയാണ്. അപ്പോൾ നാടോടി സാഹിത്യം കഴിഞ്ഞപ്പോൾ പിന്നെ വരുന്നത് നമുക്കറിയാം രണ്ട് തരം പാട്ടുകളുണ്ട്, തെക്കൻ പാട്ടും വടക്കൻ പാട്ടുകളും. ഇപ്പോൾ തെക്കൻ പാട്ടിൻ്റെ സ്വാധീനം, വടക്കൻ പാട്ടിൻ്റെ സ്വാധീനങ്ങൾ. വടക്കൻ പാട്ട് എന്താണെന്ന് നമുക്കറിയാം. വടക്കൻ പാട്ടിൽ ഉദയനനെയും അന്നത്തെ കാലത്തെ ഭരണാധികാരികളെയും ഒക്കെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാട്ടുകളാണ് വടക്കൻ പാട്ടുകൾ. തെക്കൻ പാട്ടുകൾ നമുക്കറിയാം, അത് ക്ഷേത്രകലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകളാണ് തെക്കൻ പാട്ടുകൾ. അമ്മ ദൈവങ്ങളുടെ ആരാധനയുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന പാട്ടുകളാണ് തെക്കൻ പാട്ടുകൾ. പിന്നെ വരുന്ന മാപ്പിളപ്പാട്ടിൻ്റെ സ്വാധീനം മലയാള ഭാഷയിൽ എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് മെൻഷൻ ചെയ്യാം. പിന്നെ എഴുത്തച്ഛൻ്റെ കാലഘട്ടം ഇതിനിടയ്ക്കുണ്ട്. എഴുത്തച്ഛൻ നമുക്ക് മലയാള ഭാഷയിൽ ഉണ്ടാക്കിയ സ്വാധീനം, നമുക്ക് ഉരുണ്ട ലിപികൾ തന്നു. എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതി. രാമനെ ഈശ്വരനായി സങ്കല്പിച്ചുകൊണ്ട് എഴുത്തച്ഛൻ കൃതികൾ എഴുതി. അങ്ങനെ അന്ന് എഴുത്തച്ഛൻ്റെ ദർശന ചക്രവാളം തീർച്ചയായിട്ടും സാമാന്യ ജനത്തിനോടൊപ്പം നിന്ന് തന്നെയാണ്. അതായത് അന്നത്തെ ഭരണവർഗത്തെ എതിർത്തുകൊണ്ട് ഒരുപാട് കാവ്യങ്ങളിലെ സന്ദർഭങ്ങൾ ഒക്കെ എഴുത്തച്ഛൻ എഴുതിയിട്ടുണ്ട്. ആ നിലയ്ക്ക് ആധുനിക ഭാഷയിൽ മലയാള ഭാഷയുടെ പിതാവ് എന്ന് നമുക്ക് പറയാവുന്ന വ്യക്തിത്വം എഴുത്തച്ഛൻ്റെ കാലഘട്ടം. ഭാഷാ പിതാവ് എന്ന നിലയ്ക്ക് എഴുത്തച്ഛൻ്റെ ഭാഷ, മലയാള സാഹിത്യത്തിൽ വരുത്തിയ മാറ്റങ്ങൾ, ഇതൊക്കെ നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. മറ്റൊന്നാണ് ശാസന ഭാഷ. ശാസനങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഭാഷ. ആ ഭാഷയും മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ശാസനങ്ങൾ ഡീകോഡ് ചെയ്ത് മലയാളത്തിലേക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തെരിസാപ്പള്ളി ശാസനമായാലും വാഴപ്പള്ളി ശാസനമായാലും അതിലൊക്കെ മലയാള ഭാഷയുമായി ബന്ധപ്പെടുത്തി പറയാവുന്ന ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. ചരിത്രകാരന്മാർ ആ ഭാഷയെല്ലാം നമ്മുടെ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ ക്ഷേത്രങ്ങളിൽ നിന്ന്, നമ്മുടെ ക്ഷേത്ര സംസ്കാരത്തിൽ നിന്ന് കണ്ടെടുത്ത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ശാസന ഭാഷയും മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് ഒരു പ്രധാന പങ്ക് വഹിച്ചു. അപ്പോൾ ഇതേ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് മാപ്പിളപ്പാട്ടുകളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യാം. മാപ്പിളപ്പാട്ടുകളും മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് ഒരു പ്രധാന പങ്ക് വഹിച്ചു. വിരഹം, പ്രണയം, ഹാസ്യം, ഹീറോയിസം, പിന്നെ മതപരമായ കാര്യങ്ങൾ, ഇതൊക്കെ മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ പടപ്പാട്ടുകൾ എന്നൊക്കെ പറയുന്ന അതിന് വിഷയമായവയാണ്. അപ്പോൾ അതെല്ലാം മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് ഉൽപ്രേരകമായതാണ്, കാറ്റലിസ്റ്റ് ആയിരുന്നു. എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ട് പ്രസ്ഥാനവും മലയാള ഭാഷയിൽ വളർച്ചയ്ക്ക് ഒരു ഘടകമായിരുന്നു. വളർച്ചയുടെ ഒരു കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലൂടെയും വെൺമണി പ്രസ്ഥാനത്തിലൂടെയൊക്കെ മലയാള ഭാഷ വളർന്നു. വെൺമണി പ്രസ്ഥാനം നമുക്കറിയാം, വളരെ ലളിതമായ ഭാഷയാണ് വെൺമണി പ്രസ്ഥാനത്തിൽ. വെൺമണി കവികൾ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കോവിലകം കേന്ദ്രമായ ആ കളരി, ആ കാലഘട്ടത്തിലെ കവികൾ, വെൺമണി കവികൾ ഉപയോഗിച്ചിരുന്ന ഭാഷ വളരെ ലളിതമായ ഭാഷയാണ്. പിന്നെ എഴുത്തച്ഛൻ്റെ ഭാഷ, അത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിലൂടെ. പിന്നെ വന്ന ജനകീയ കവി കുഞ്ചൻ നമ്പ്യാരാണ്. തുള്ളൽ കൃതികളുണ്ടായി. തുള്ളൽ 3 തരത്തിലുണ്ടെന്ന് നമുക്കറിയാം. പറയൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ, ശിതങ്കം തുള്ളൽ. അങ്ങനെ തുള്ളൽ കൃതികളിലൂടെ മലയാള ഭാഷ വളർന്നു. മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് പ്രധാനമായ പങ്ക് വഹിച്ച ഒരു നാഴികക്കല്ല് നാട്ടി എന്ന് പറയാവുന്ന ഒന്നാണ് മിഷണറിമാരുടെ സംഭാവന. ബെഞ്ചമിൻ ബെയ്ലിയും ഹെർമൻ ഗുണ്ടർട്ടും ഒക്കെ മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് കാരണമായ അതെങ്ങനെയെന്നുകൂടെ ഡിസ്കസ് ചെയ്യണം. അതൊരു 1-2 പോയിന്റ്സ്. എന്താണ് ബെഞ്ചമിൻ ബെയ്ലിയുടെ സ്വാധീനം, എന്താണ് ഹെർമൻ ഗുണ്ടർട്ട് മലയാള ഭാഷയ്ക്ക് വേണ്ടി ചെയ്തത്,
പാശ്ചാത്യ പൗരസ്ത്യ മിഷണറിമാരൊക്കെ മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരാൽ കഴിയുന്ന പങ്ക് വഹിച്ചിട്ടുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 345 പ്രകാരം നമ്മുടെ ഭാഷ നമ്മുടെ ഭരണഭാഷയായി മാറി. അങ്ങനെ ഒരു നാട്ടിലെ ഭാഷ ഭരണഭാഷയായി മാറുമ്പോഴുണ്ടാകുന്ന വളർച്ച, അതും നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയ വാക്കുകൾ ഉണ്ടായി, ആ വാക്കുകൾ ഭാഷയ്ക്ക് മുതൽക്കൂട്ടാണ്. ഇപ്പോൾ മലയാളം ഭരണഭാഷയാകുന്നതിലൂടെ മലയാള ഭാഷയ്ക്കുണ്ടായ വളർച്ച, മലയാളം ഒരു സാങ്കേതിക ഭാഷയാകുന്നതോടുകൂടി മലയാള ഭാഷയ്ക്കുണ്ടാകുന്ന വളർച്ച, ഇത് രണ്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. സമകാലികമായ മലയാള ഭാഷയും ഭരണ ഭാഷയും സാങ്കേതിക മലയാള ഭാഷയും, ഈ മൂന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. കാരണം ഇന്ന് നമ്മൾ സാങ്കേതിക മലയാള ഭാഷയുടെ വളർച്ച എങ്ങനെ നടക്കും, എങ്ങനെ നടത്താമെന്നും ഭരണഭാഷ എങ്ങനെ പുഷ്ടിപ്പെടുത്താമെന്നും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സമകാലിക മലയാള ഭാഷ എന്നൊന്നുണ്ട്. മലയാള ഭരണഭാഷ എന്നത് നിലവിൽ വന്നു കഴിഞ്ഞു. സാങ്കേതിക ഭാഷ എന്ന നിലയ്ക്ക് മലയാളം വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് മൂന്നും നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. പിന്നെ മലയാള സാഹിത്യത്തിലെ കാൽപ്പനികതയുടെ ഉദയം മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതിൽ നോവലുകളുണ്ട്, ചെറുകഥയുണ്ട്, നാടകമുണ്ട്. ഈ സാഹിത്യ രൂപത്തിലൂടെയൊക്കെ മലയാള ഭാഷ വളർന്നു. മറ്റൊരു പ്രധാന വളർച്ച കവിത്രയങ്ങളിലൂടെയുള്ള മലയാള ഭാഷയുടെ വളർച്ചയാണ്. അതിൽ പ്രാചീന കവിത്രയത്തിലൂടെയുള്ള മലയാള ഭാഷയുടെ വളർച്ചയും ആധുനിക കവിത്രയത്തിലൂടെ മലയാള ഭാഷയുടെ വളർച്ചയും, ആശാന്റെയും ഉള്ളൂരിൻ്റെയും വള്ളത്തോളിൻ്റെയും ഭാഷ, അങ്ങനെ മലയാള സാഹിത്യത്തിലൂടെ ഉണ്ടായ നിരവധി കൃതികളുണ്ട്. വള്ളത്തോളിനെ പിൻപറ്റി എഴുതിയ ഒരുപാട് പേരുണ്ട്. നവോത്ഥാനത്തിൻ്റെ കവികൾ ഒരുപാട് പേരുണ്ട്. നവോത്ഥാനത്തിനെ പിൻപറ്റി 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഒരുപാട് കൃതികളുണ്ട്. സോഷ്യലിസ്റ്റ് ആശയത്തിൽ നിന്നുണ്ടായ ഒരുപാട് കൃതികളുണ്ട്. ഇതെല്ലാം മലയാള ഭാഷയുടെ വളർച്ചയ്ക്ക് ഘടകങ്ങളായിരുന്നു. വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ, അക്കിത്തത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, വയലാർ ഗർജിക്കുന്നു തുടങ്ങി അരുണ ദശകത്തിൽ ഒരുപാട് കവികളുണ്ടായി, സാഹിത്യകാരന്മാരുണ്ടായി. അവരെല്ലാം തന്നെ മലയാള സാഹിത്യത്തിന് നിസ്തൂലമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. കാരണം ഇത് നമ്മുടെ ചരിത്രമാണ്. മലയാള ഭാഷയുടെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിൻ്റെയും കൂടെ ചരിത്രമാണ്. കവിത്രയത്തെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ഡിസ്കസ് ചെയ്യണം. അതിൽ ആധുനിക കവിത്രയം, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ പ്രത്യേകം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, ആശാൻ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമാണ്. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യനാണ്. വള്ളത്തോളിന് ശേഷം എങ്ങനെയാണ് മലയാള ഭാഷ സാഹിത്യത്തിൽ കവിത ആധുനികതയിലേക്ക് പോയത്, നോവലുകൾ എങ്ങനെയാണ് കടന്നു വന്നത്, ചെറുകഥ പ്രസ്ഥാനം എങ്ങനെ വളർച്ച പ്രാപിച്ചു, ജീവചരിത്രം, ആത്മകഥാ പ്രസ്ഥാനം, ഇതൊക്കെ എങ്ങനെ വളർന്നു, അതെല്ലാം ആ സാഹിത്യ രൂപങ്ങളെല്ലാം മലയാള ഭാഷയ്ക്ക് എന്ത് സംഭാവനകളാണ് നൽകിയത്. നമുക്കറിയാവുന്ന ഒരുപാട് സാഹിത്യകാരന്മാരുണ്ട്, നോവലിസ്റ്റുകൾ, OV വിജയൻ, MT, സി വി രാമൻപിള്ള തുടങ്ങി ഇങ്ങോട്ട് ഒരുപാട് പേര്, അതെല്ലാം നമുക്ക് മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ കവികളിൽ ആധുനിക കവികൾ, ഉത്തരാധുനിക കവികൾ, അതെല്ലാം നമുക്ക് മലയാള ഭാഷയുടെ വളർച്ച എന്ന് പറയുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ KPSCയും തോപ്പിൽ ഭാസിയും മലയാള ഭാഷയ്ക്ക് നൽകിയ സംഭാവന, അതും മലയാള ഭാഷയുടെ വളർച്ചയിൽ നിർണായകമായ ഒരു കാൽവയ്പായിരുന്നു നാടക പ്രസ്ഥാനം. അപ്പോൾ ഇത്രയുമാണ് മലയാള ഭാഷയുടെ വളർച്ചയെക്കുറിച്ചൊരു 10 മാർക്കിൻ്റെ ചോദ്യം ചോദിച്ചാൽ എഴുതേണ്ടത്. അതിൽ പ്രാചീന മലയാള സാഹിത്യം, ആധുനിക മലയാള സാഹിത്യം, ഉത്തരാധുനിക മലയാള സാഹിത്യം, ഇതെല്ലാം നമുക്ക് മെൻഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഭാഷാ പിതാവ് എന്ന നിലയ്ക്ക് എഴുത്തച്ഛൻ്റെ സ്വാധീനം, ഭാഷയുടെ ഉൽപ്പത്തി,
ഉൽപ്പത്തിക്ക് ശേഷം വന്ന പാട്ടുപ്രസ്ഥാനം, കണ്ണശ പ്രസ്ഥാനം, കൃഷ്ണഗാഥ, മണിപ്രവാളം, വെൺമണി പ്രസ്ഥാനം, സന്ദേശകാവ്യങ്ങൾ, പച്ചമലയാള പ്രസ്ഥാനം, ആട്ടക്കഥ, കൂത്ത്, കൂടിയാട്ടം, ശാസന ഭാഷ, സാങ്കേതിക ഭാഷ എന്ന നിലയ്ക്ക് മലയാളത്തിൻ്റെ വളർച്ച, നാടോടി സാഹിത്യം, വടക്കൻ പാട്ടുകൾ, തെക്കൻ പാട്ടുകൾ, കിളിപ്പാട്ട് പ്രസ്ഥാനം, മലയാള ഭരണഭാഷ തുടങ്ങിയ പോയിന്റുകളെല്ലാം ഒരു 10 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. COVID-19 ലോക സാമ്പത്തിക വ്യവസ്ഥയെ ആകെ തകിടം മറിച്ചിരിക്കുകയാണ്. 2008 വലിയ സാമ്പത്തിക മാന്ദ്യം എല്ലാവരും പ്രവചിക്കുന്നു. സ്വകാര്യ മേഖലയിൽ 50% തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് കണക്കാക്കപ്പെടുന്നു. പുതിയ ജോലികളുടെ കാര്യവും ആശങ്കയിലാണ്. സുരക്ഷിതമായ ഒരു ഭാവിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. 2020-21 വർഷത്തിൽ ഇന്ത്യയിൽ എത്ര ഗവൺമെൻറ് ജോബ് എക്സാംസ് നടത്തപ്പെടുന്നു? നമ്മുടെ പരിമിതമായ അറിവിലുള്ള പരീക്ഷകൾ മാത്രമാണോ ഇവിടെ ഉള്ളത്? ഒരു സാധാരണക്കാരന് അറിയാവുന്നതിലും ഏറെയാണ് നമ്മുടെ രാജ്യത്ത് ലഭ്യമായ സർക്കാർ ജോലികൾ. വരുന്ന വർഷം 60-ൽ അധികം പരീക്ഷകളും ഇതിലൂടെ 65,000-ലധികം ഒഴിവുകളുമാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ബിരുദധാരികളായ ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ അവസരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ തുറക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ എന്താണ് ഈ ജോലികൾ? എന്തൊക്കെയാണ് മേൽപ്പറഞ്ഞ ജോലികളുടെ ഉത്തരവാദിത്വങ്ങൾ? ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എന്തെല്ലാം? പരീക്ഷകൾക്ക് എന്തൊക്കെ പഠിക്കണം? എങ്ങനെ തയ്യാറെടുക്കണം? ഓരോ പരീക്ഷയും വ്യത്യസ്തമായതിനാൽ 60ഓളം പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കാൻ എത്ര സമയം വേണ്ടിവരും? എത്ര പുസ്തകങ്ങൾ വായിക്കണം? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളും ആശങ്കകളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. എന്നാൽ നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ഏകദേശം എല്ലാ പരീക്ഷകളുടെയും സിലബസ് ഏറെക്കുറെ സാമ്യമുള്ളതാണ്. പരീക്ഷകളെക്കുറിച്ച് വ്യക്തമായ അവബോധമുണ്ടായാൽ എല്ലാ പരീക്ഷകളെയും കൃത്യമായി നേരിടാൻ കഴിയും. കൃത്യമായ അവബോധവും തയ്യാറെടുപ്പുമുണ്ടെങ്കിൽ വരുന്ന ഒരു വർഷം നിങ്ങളെ കാത്തിരിക്കുന്നത് അവസരങ്ങളുടെ പെരുമഴയാണ്. ഇത് നേടാൻ നിങ്ങൾക്ക് വേണ്ടത് ശരിയായ ബോധ്യവും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുമാണ്. വരും വർഷങ്ങളിലെ വിവിധ സർക്കാർ മേഖലകളിലേക്കുള്ള പരീക്ഷകൾ, ഈ ജോലികളെക്കുറിച്ചുള്ള വ്യക്തമായ അനാലിസിസ്, സിലബസിന്റെ ആഴത്തിലുള്ള പരിശോധന, കൃത്യമായ തയ്യാറെടുപ്പിനുള്ള മാർഗനിർദ്ദേശങ്ങൾ, ഒപ്പം വിജയികളുടെ അനുഭവങ്ങൾ എന്നിവ ഒരു കുടക്കീഴിലാക്കി KAS മെന്റർ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ സർക്കാർ തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള വെബ് സീരീസ് ഉടൻ ആരംഭിക്കുന്നു. ഒപ്പം മേൽപ്പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് ആധികാരികമായ ഒരു ലൈവ് ഓൺലൈൻ സെമിനാർ. പരീക്ഷാ വിജയികളും ഈ രംഗത്തെ പ്രഗത്ഭരും പങ്കെടുക്കുന്നു. പഠനം പൂർത്തിയാക്കി സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർ, മാതാപിതാക്കൾ, പരീക്ഷകൾ എഴുതിയിട്ടും വിജയിക്കാൻ സാധിക്കാത്തവർ എന്നിവർക്കുള്ള സുവർണാവസരം. ഓർക്കുക, സെമിനാറിന് പരിമിതമായ സീറ്റുകൾ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളുമായി ബന്ധപ്പെടുക.